മക്കളെ അതിനായിട്ട് നമ്മളെ ആദ്യം ഗ്യാസ് കത്തിക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒരു കടായി വെക്കുക ഇരുമ്പിന്റെ. എന്നിട്ട് നമ്മള് ഒരു 2 സ്പൂൺ ഉലുവ കണ്ടോ, 2 സ്പൂണ് കരിഞ്ചീരകം. ഇതൊന്ന് ചൂടാക്കുക, നന്നായി പൊടിയാൻ വേണ്ടിയിട്ടേ ഒന്ന് ചൂടാക്കുക. നമുക്ക് വേണ്ടത് ഇതിലേക്ക് 1 ടീസ്പൂൺ മൈലാഞ്ചി പൊടിയാണ്. ഇനി നമുക്ക് വേണ്ടതേ വെർജിൻ കോക്കനട്ട് ഓയില് കേട്ടോ, നമ്മൾ ആവശ്യാനുസരണം കേട്ടോ. ഇത് നമ്മൾ ഇനി ഇങ്ങനെ കലർത്തിയിട്ട് ഒരു രാത്രി മുഴുവൻ ഇങ്ങനെ വെക്കണം. എന്നിട്ട് രാവിലെ നമ്മളിത് അരിച്ചിട്ട് എടുക്കാവുള്ളൂ. ഇപ്പൊ തന്നെ അത് നേരിട്ട് ഇങ്ങനെ നമ്മൾ തേക്കാൻ പാടില്ല. ഇതിലേക്ക് കരിഞ്ചീരകത്തിന്റെയും ഉലുവടിയും എല്ലാ സത്തും മൈലാഞ്ചിരിയും എല്ലാ സത്തും ഇറങ്ങി ഈ എണ്ണക്ക് ഈ കളർ വരും രാവിലെ ആകുമ്പോഴേക്കും. കണ്ടോ, ഞാൻ ഉണ്ടാക്കി വെച്ച എണ്ണ കുറച്ച് എണ്ണയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ കണ്ടല്ലോ. ഇതിങ്ങനെ പച്ച എണ്ണയല്ല, അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കായാണ് കേട്ടോ. ഇതൊന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്ത് ചൂടാക്കി അതിനാണ് ഞാൻ ഗ്ലാസ്സിലാക്കിക്കണത്. കുപ്പിയിലാവുമ്പോ ശരിയാവില്ല, കുപ്പി പൊട്ടും. അപ്പൊ പ്ലാസ്റ്റിക് ആണെങ്കിൽ ഉരുകും. അപ്പൊ ഞാന് ഡബിൾ ബോയിലിംഗ് ചെയ്ത് ചൂടുള്ള എണ്ണയാണ്. അതൊരു കൈയിട്ട് അങ്ങനെ പൊള്ളണ ഒരു ചൂടുള്ള എണ്ണയാണ്. അങ്ങനത്തെ എണ്ണ വേണം നമ്മൾ ഇതില് ചേർത്ത് വെക്കാന്, അല്ലാതെ പച്ച എണ്ണ ചേർത്ത് വെക്കരുത്. എന്നിട്ട് നമ്മളിത് അടച്ചു വെക്കുകയാണ്. എന്നിട്ട് നമ്മളിത് രാവിലെ വരെ ഇങ്ങനെ തന്നെ വെക്കുകയാണ്. ഹായ്, ഹലോ, രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് അമ്മ പറയാൻ പോണതേ ഒരു 14 വയസ്സ് മുതലുള്ള കുട്ടികളെ ഞാൻ കണ്ടു കേട്ടോ, മുടി നരച്ചിട്ട് കാണുക. അപ്പൊ ആ കുട്ടികൾക്കൊക്കെ നമ്മൾ എല്ലാ മുടി നരപ്പും നമ്മൾ ശ്രദ്ധിക്കണം, ഡോക്ടറെ കാണിക്കണം കേട്ടോ. ചിലപ്പോൾ തൈറോയിഡ് കാരണം നമുക്ക് മുടി നരയ്ക്കും. പിന്നെ പല വൈറ്റമിന്റെ കമ്മി കാരണം നമുക്ക് മുടി നരയ്ക്കുന്നുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് ബ്ലഡ് കമ്മിയാണെങ്കിൽ നമ്മളെ മുടി ചെമ്പൻ നിറം വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെയും അങ്ങനത്തെ കുട്ടികൾക്ക് ഇപ്പൊ തന്നെ തേച്ച് തുടങ്ങാം. പിന്നെ അതുപോലെ തന്നെ അകാല നര ഉള്ളവർക്ക് തേച്ച് തുടങ്ങാം. പിന്നെ അതുപോലെ ഹെയർ ഡൈ പറ്റാതെ കുറെ ആൾക്കാർ ബുദ്ധിമുട്ടിയിരിക്കുന്നുണ്ട്, അവർക്കും തേച്ച് തുടങ്ങാം കേട്ടോ. ഇത് ഞാൻ കണ്ടുപിടിച്ച മരുന്നല്ല. ഞാൻ യൂട്യൂബ് നോക്കിയപ്പോ നമ്മളെ ഡോക്ടർ വിപിൻ ജോസ് അദ്ദേഹത്തിന്റെ ഒരു നാച്ചുറൽ ഹെയർ ഡൈ കണ്ടതാണ് ഞാൻ. എനിക്കും ബുദ്ധിമുട്ടാ മക്കളെ, ഹെയർ ഡൈ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ആ ഡോക്ടറുടെ കണ്ടിട്ട് ഒരു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഞാൻ എന്നിട്ട് ഇത്തിരി എണ്ണ കണ്ടോ ഇതേപോലെ. ഇപ്പൊ നിങ്ങൾക്ക് അത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനൊരു കറുത്ത കളറായിട്ടുള്ള ഒരു എണ്ണയിട്ടാ വരിക. കരിഞ്ചീരകം ഉലുവയും മൈലാഞ്ചിപ്പൊടിയും ഒക്കെ ആയിട്ടുള്ള ഒരു കട്ടൻ ചായയുടെ കളറുള്ള ഒരു എണ്ണയിട്ടാ വരിക. അപ്പൊ ഞാൻ അതാണ് ഇപ്പൊ തേക്കലേട്ടോ. അപ്പൊ അത് നല്ല മാറ്റേക്ക് കാണുന്നുണ്ട്. ഞാൻ പിന്നെ അതിന്റെ ശേഷം ഡൈ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഈ ഡോക്ടറുടെ വീഡിയോ കണ്ടതിന്റെ ശേഷമാണ് അത്. അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കാന്ന് ഞാൻ കാണിച്ചു തന്നില്ലേ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്നോ, കരിഞ്ചീരകവും എന്താ പറയാ ഉലുവയും കറുപ്പിക്കൊന്നും വേണ്ട, ഒന്ന് പൊടിയാൻ വേണ്ടിയിട്ട് ഒന്നുകൊണ്ട് മറ്റേത് അതിങ്ങനെ തണുത്തതാവുമ്പോ പൊടിഞ്ഞു കിട്ടണില്ല. അപ്പൊ ഒന്നത് പൊടിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടിയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കുക. എന്നിട്ട് നമ്മൾ അത് നന്നായിട്ട് പൊടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര ചെയ്യണോ അതിന്റെ അളവ് വെച്ചാൽ അങ്ങനെ തന്നെ നമ്മൾ മൈലാഞ്ചിയുടെ പൊടി എടുക്കുക. എന്നിട്ട് നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയില് അതാണ് ഏറ്റവും നല്ലത്. ഡോക്ടറും അതാ പറഞ്ഞത്, ഞാനും അതിലാണ് ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. ഞാനതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടി. ഇന്നലെ നാളികേരപ്പാൽ ഇപ്പൊ ഇന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ അങ്ങനെ ഒരു 3 നാളികേരത്തിന്റെ പാലെടുത്ത് ഉണ്ടാക്കി വെച്ച എണ്ണയാണത്. ഇന്നലെ ഞാൻ 2 നാളികേരത്തിന്റെ പാൽ, എനിക്കൊരു കുഞ്ഞു ഗ്ലാസ് കിട്ടി. അപ്പൊ ഞാനത് ഡബിൾ ബോയിലിംഗ് ചെയ്ത് ചൂടാക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ തന്നെ ഉണ്ടാക്കണം കേട്ടോ, എങ്കിൽ നമുക്ക് ഫലം കിട്ടുന്നുണ്ട്. ഒന്ന് ചൂടാക്കി എണ്ണ നമ്മൾ ഈ ഇരുമ്പിന്റെ ചട്ടിയിലാക്കി വെക്കണത് കേട്ടോ. അപ്പൊ എന്തൊക്കെ മൈലാഞ്ചിപ്പൊടി, കരിഞ്ചീരകപ്പൊടി, ഉലുവപ്പൊടി, എന്നിട്ട് നമ്മളിത് കൂട്ടിക്കലർത്തിയിട്ട് അവിടെ അടച്ചു വെക്കുകയാണ്. എന്നിട്ട് നമ്മളിത് പിറ്റേ ദിവസം രാവിലെ അരിച്ചിട്ട് നമ്മൾ കുപ്പിയിലാക്കി വെക്കണം. പിന്നെ നമ്മൾ ആ കക്കൻ വേണ്ട കേട്ടോ, ആ കക്കൻ നമ്മൾ വാരി തേക്കുകയല്ലാതെ. എന്നിട്ട് ആ എണ്ണ എങ്ങനെ നമ്മൾ തേച്ച് വെച്ചാൽ ഡോക്ടർ പറഞ്ഞത് എന്താ വെച്ചാൽ
കുളിക്കണേന്റെ അരമണിക്കൂർ മുന്നേ തേച്ചിട്ട് സാധാ വെള്ളത്തിൽ കുളിച്ചോളാം. ഇനി നിങ്ങൾക്ക് നോർമലായിട്ട് വല്ല ചെമ്പരത്തി താളി അതൊക്കെ തേക്കാട്ടോ. ഒരു ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും നമുക്ക് മുടിയിലത്തെ എണ്ണ കളയണം എന്നുള്ളവർക്ക് അങ്ങനെ കളയാം. ഇത് നമ്മൾ ഇഴകളിൽ ഇങ്ങനെ തലയോട്ടിയിലും ഇഴകളിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കുക. ഇനി വരുന്ന മുടി നമുക്കിങ്ങനെ ചെമ്പൻ കളറ് നരപ്പ് കളറ് ഒന്നും ഇല്ലാതെ കറുത്ത് വരുന്നുണ്ട്. ഇന്റെ മുടി അത്യാവശ്യം ഇങ്ങനെ കറുത്ത് വരുന്നുണ്ട് കേട്ടോ. അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ നര ഉണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ചുവന്ന കളറിലേക്ക് ആയിട്ടോ. ഞാൻ കുറച്ചു ദിവസം തേച്ചിട്ടേ കണ്ട. ഞാൻ ഇപ്പൊ ഒരു മാസമായിട്ട് ഇത് ഇങ്ങനെ തൊട്ടുമാടിയിട്ടാ കുളിക്കണത്. കാരണം ഞാൻ നെറുകിൽ ഇങ്ങനെ ഇടുന്നില്ല, അങ്ങനെ പൊത്തി ഇങ്ങനെ തേക്കണില്ല. ഇതിങ്ങനെ ഇഴകളിൽ കോൺസെൻട്രേഷൻ ചെയ്ത് തേക്കാണ് ഞാനിപ്പോ. കാരണം ഒരു ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാലോ, വിശ്വസിച്ച് തേക്കാലോ. അപ്പൊ അങ്ങനെയാണ് ഞാൻ തേക്കുന്നത്. ഞാൻ എന്നിട്ട് ചെമ്പരത്തി കഞ്ഞിര വെള്ളത്തിൽ ഒരു ലേശം ചെമ്പരത്തിയുടെ പൂവും ഇലയും കൂടി ഒരു ലേശം താളി ഉണ്ടാക്കിയിട്ട് അത്രേ വേണ്ടൂ. അതിനുള്ള എണ്ണ തേക്കണുള്ളൂ നമ്മൾ. എന്നിട്ട് അത് ഞാൻ 1 മണിക്കൂർ മുന്നേ തേക്കണ്ട, ഡോക്ടർ അരമണിക്കൂർ മുന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തന്നെ ഇത് മുടിയിൽ തേച്ചതിന്റെ ശേഷമാണ് വീട്ടിലെ പണികൾ എടുക്കണം. എന്നിട്ട് ഞാൻ കുളിക്കുക. 1 മണിക്കൂറാവും അപ്പോഴേക്കും. എന്നിട്ട് ഞാനപ്പോ ലേശം കഞ്ഞിര വെള്ളം, അതിൽ 2 ഇല ചെമ്പരത്തിപ്പൂവും 2 ഇല ചെമ്പരത്തിയിലയും ഒക്കെ ഇട്ടിട്ട് അതുകൊണ്ടാണ് നോർമൽ ഒരു കഴുകി കളയുക. അപ്പൊ നമ്മളെ മിഴുക്കൊക്കെ പോയിട്ട് നല്ല വൃത്തിയുള്ള മുടിയാവുന്നുണ്ട്. അതിന്റെ ശേഷം ഞാൻ ഡൈ അടിച്ചിട്ടില്ല. അപ്പൊ ഇത് എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ. അതൊക്കെ ഉപകാരപ്പെട്ടു. അതിപ്പോ ഡോക്ടറുടെ വീഡിയോ കൊണ്ട് കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ഇനി കാണാത്തവരുണ്ടെങ്കിലും ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പൊ ഇത് എന്താ വെച്ചാൽ അസുഖം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് മക്കളെ നിങ്ങൾ ഡോക്ടറെ കാണാൻ മടിക്കരുത് കേട്ടോ. 14 വയസ്സൊക്കെ പ്രായമുള്ള കുട്ടിയെ ഞാൻ നരച്ചിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കുട്ടികൾക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഡോക്ടറുടെ ചികിത്സയും കൂടി വേണം. ഈ എണ്ണ തേക്കുന്നതുകൊണ്ട് ഒരു വിരോധവും ഇല്ല. ഈ എണ്ണ എപ്പോഴും ഏത് പ്രായക്കാർക്കും എപ്പോഴും തേക്കാം. കാരണം ഇതിലൊന്നും മൈലാഞ്ചിപ്പൊടി നമ്മൾ തേച്ചിട്ടുള്ളതല്ലേ ഇടണത്. കരിഞ്ചീരകം ഉലുവി നമുക്ക് നല്ലതുമാണ്. ഡബിൾ ബോയിലിംഗ് ആണ് ഇനി എണ്ണ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ആ നേരിട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചിട്ടും ഒന്നുമല്ല. അതുകൊണ്ട് മൂപ്പ് ഏറിയോ കുറഞ്ഞോ ഒന്നും പേടിക്കാല്ല കേട്ടോ ആർക്കും. അപ്പൊ ധൈര്യമായിട്ട് എല്ലാവരും തേച്ച് നോക്കണം. അപ്പൊ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി അനേബിൾ ചെയ്താൽ അമ്മ ഇടുന്ന ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.